ചാവേർ സ്ഫോടനങ്ങൾ പാകിസ്ഥാന് ഒരു പുത്തരിയല്ല. പാകിസ്ഥാനിൽ ദൈനംദിനവും ചാവേർ സ്ഫോടനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കാറുള്ളതാണ്. അതിൽ 10-20 പേരൊക്കെ കൊല്ലപ്പെടാറുള്ളതാണ്, ധാരാളം പേർക്ക് പരിക്കേൽക്കാറുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിവാഹ സൽക്കാരത്തിനിടയിലാണ് ഈ ചാവേർ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ്. 5 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ ഒരു സമാധാന സമിതി അംഗത്തിന്റെ വീട്ടിൽ വിവാഹ ചടങ്ങിനിടെ ചാവേർ ആക്രമണം നടന്നു. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 10-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖുറേഷി മോഡിന് സമീപത്തുള്ള സമാധാന സമിതി പ്രസിഡന്റ് നൂർ അൽ മെഹ്സൂദിന്റെ വീട്ടിൽ വിവാഹ ചടങ്ങിനിടെ നടന്ന ചാവേർ ബോംബ് ആക്രമണമാണിതെന്ന് ദേറ ഇസ്മായിൽ ഖാൻ ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. ആക്രമണ സമയത്ത് അതിഥികൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. സ്ഫോടനം വളരെ ശക്തമായിരുന്നതിനാൽ മുറിയുടെ മേൽക്കൂര പോലും തകർന്നു വീണു. ഇത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടായി. നിരവധി ആളുകൾ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജില്ലയിലെ പ്രധാന ആശുപത്രിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഖൈബർ പഖ്തൂൺഖ്വയിലെ റെസ്ക്യൂ 1122 വക്താവ് പറയുന്നത് 5 മൃതദേഹങ്ങളും പരിക്കേറ്റ 10 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ്. സംഭവം റിപ്പോർട്ട് ചെയ്തയുടൻ 7 ആംബുലൻസുകളും ഒരു അഗ്നിശമന സേനാ സംഘവും അയച്ചതായി അദ്ദേഹം പറഞ്ഞു. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഉദ്യോഗസ്ഥർ പ്രദേശം വളഞ്ഞിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ മരിച്ചവരിൽ ശാന്തി സമിതി നേതാവ് വാഹിബുള്ള മെഹ്സൂദ് എന്ന ജിഗ്രി മെഹ്സൂദും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.